യുലേഫോൺ ആർമർ പാഡ് 2 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് ടാബ്ലറ്റ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ പാഡ് 2 എന്ന ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിന് MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ടാബായിരിക്കും ഈ ഒരു ടാബ്. പിന്നെ IP68 അതുപോലെ തന്നെ IP69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാബ് വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. അപ്പം നല്ലൊരു കാര്യം തന്നെയാണത്. പിന്നെ ഈ ഒരു ടാബിൽ 18600 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ചാർജിംഗ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വയർ ഉപയോഗിച്ചിട്ട് മറ്റ് ഡിവൈസുകൾ ഈ ഒരു ടാബ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാബിൻ്റെ ബാക്കിൽ വലിയൊരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 5.5 വാട്ടിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റാണ്. അതുമാത്രമല്ല സ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ഡിവൈസുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ടാബിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ 16 GB റാം വരെയൊക്കെ ലഭിച്ചേക്കാം. പിന്നെ 256 GB ഇന്റേണലും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2000x1200 ആണ്. LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. ടാബിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ടാബ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൽ കസ്റ്റം കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ helio G99 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ടാബുകളുടെ കാര്യത്തിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ സിമ്മിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4G സപ്പോർട്ടൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. 256 GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിന്. എന്തായാലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സേ ഇതിൽ വരുന്നുള്ളൂ. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 48 MP f 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 MP f 2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX 351 സെൻസറാണ്. പിന്നെ വെയിറ്റും തിക്നെസ്സും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 1018 ഗ്രാമാണ്. അപ്പം 1 കിലോൻ്റെ പുറത്ത് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ല വെയിറ്റ് കൂടിയ ഒരു ടാബാണ് ഈ ഒരു ടാബ്. അതുമാത്രമല്ല 14mm തിക്നെസ് വരുന്നുണ്ട്. അപ്പം തിക്നെസ്സും അത്യാവശ്യം നല്ലോണം കൂടുതലാണ്. അപ്പം ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും ഈ ഒരു ഡിവൈസ്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെ അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കൂടുതലുണ്ട്. അതുപോലെ തന്നെ റഗഡ് ടാബ്ലറ്റ് ആണ്. ആ ഫീച്ചേഴ്സൊക്കെ വരുന്നതുകൊണ്ടാണ് വെയിറ്റും തിക്നെസ്സും ഒക്കെ കൂടിയത്. എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർ ഓഫർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് $239.99 എന്നാണ്. അതായത് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യയിലോട്ട് ഡെലിവറി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു പ്രൈസിങ് എന്നുള്ളത് ഓഫർ പ്രൈസിംഗ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ടാബായിരിക്കും ഈ ഒരു ടാബ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് LED ലൈറ്റും കാര്യങ്ങളൊക്കെ ടാബിൻ്റെ ബാക്കിൽ ലഭിക്കുന്നുണ്ട്. സ്മാർട്ട് എക്സ്പാൻഷൻ കണക്ടർ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൽ നമുക്ക് അത്യാവശ്യം കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ വെയിറ്റും തിക്നെസ്സൊക്കെ അത്യാവശ്യം നല്ലോണം കൂടും. സാധാരണ ടാബിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇതിൽ വരിക. അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്തായാലും യുലേഫോൺ ആർമർ പാഡ് 2 എന്ന ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ് നിങ്ങൾ സെലക്ട് ചെയ്യൂ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സെലക്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെയിറ്റും തിക്നെസ്സൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.